LibreOffice മാത്തിനെ കുറിച്ചുള്ള ശബ്ദ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ താഴെ കാണുന്ന ശീർഷകങ്ങൾ പരിശോധിക്കും. ഫോർമുല എഴുതാനും ഫോർമുല ഫോർമാറ്റിംഗിനും ഭാഷ മാർക്കപ്പ് ചെയ്യുക, ഫോണ്ടുകൾ, അലൈൻമെന്റ്, സ്പേസിംഗ് മുതലായവ. അവസാന ട്യൂട്ടോറിയലിൽ നമ്മൾ മാത്തിന് മാർക്കപ്പ് ഭാഷ കൊണ്ടുവന്നു. ഇനി നമുക്ക് മാർക്കപ്പ് ഭാഷയെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. നമുക്ക് ആദ്യം ഒരു റൈറ്റർ ഡോക്യുമെന്റ് തുറന്ന് റൈറ്ററിന് അകത്തുള്ള മാത്ത് ആപ്ലിക്കേഷനെ വിളിക്കാം. റൈറ്റർ ഇതിനോടകം തുറന്നതാണെങ്കിൽ മുകളിലുള്ള ഇൻസേർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്യുകയും ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഫോർമുല തിരഞ്ഞെടുക്കുകയും ചെയ്യുക. റൈറ്റർ തുറന്നിട്ടില്ലെങ്കിൽ നമുക്ക് അത് വിൻഡോസ് സ്റ്റാർട്ട് മെനുവിൽ നിന്ന് ആരംഭിക്കാൻ സാധിക്കും. എലമെന്റ് വിൻഡോ ഉപയോഗിക്കാൻ ഇത് ഫോർമുല എഴുതാനുള്ള വളരെ അനായാസമായ ഒരു മാർഗമാണ്. ഈ ഫോർമുല എഡിറ്ററിൽ നേരിട്ട് മാർക്കപ്പ് ഭാഷ എഴുതുന്നത് ഒരു ഫോർമുല എഴുതാനുള്ള അനായാസമായ മാർഗമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത് പോലെയുള്ള ഒരു ഫോർമുലയായി മാർക്കപ്പ് ഭാഷ രൂപപ്പെടണം. ഉദാഹരണത്തിന് 4 × 3 എന്ന് എഴുതാൻ നമുക്ക് ഫോർമുല എഡിറ്റർ വിൻഡോയിൽ 4 × 3 എന്ന് എഴുതിയാൽ മതി. നമ്മൾ അടുത്ത ഉദാഹരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഒഴിഞ്ഞ വരി ഇടാം. ന്യൂ ലൈൻ എന്ന് അനായാസമായി ടൈപ്പ് ചെയ്യുകയും റൈറ്റർ ഗ്രേ ബോക്സ് മേഖലയിൽ പുതിയൊരു വരി നൽകുകയും ചെയ്തിരിക്കുന്നു. സം മോർ എക്സാമ്പിൾ ഫോർമുല : ന്യൂ ലൈൻ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. വായനാക്ഷമതയ്ക്ക് നമ്മൾ എന്റർ കീ ഒരിക്കൽ അമർത്തും. x > y എന്ന് എഴുതുകയും ചെയ്യും. ഇവിടെ നമ്മളും ഫോർമുലയുടെ നമ്പർ എഴുതും. 1 x > y ന്യൂ ലൈൻ എന്ന് ടൈപ്പ് ചെയ്യും. എന്റർ അമർത്തുക. റൈറ്റർ ഗ്രേ ബോക്സ് റിഫ്രഷ് ചെയ്യുകയും ഉള്ളടക്കങ്ങൾ മധ്യത്തിൽ ആവുകയും ചെയ്തു. അടുത്തതായി നമുക്ക് എഴുതാം a⁻². കൂടാതെ മാർക്കപ്പ് 2 a ആരോ പോയിന്റിംഗ് അപ്വേർഡ് 10 ന്യൂ ലൈൻ എന്നിട്ട് എന്റർ അമർത്തുക. റൈറ്റർ ഗ്രേ ബോക്സിലെ ഗണിതശാസ്ത്ര ചിഹ്നം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് എഴുതാം √16 = 4. ടൈപ്പ് ചെയ്യുക 3 സ്ക്വയർഡ് 16 വിത്തിൻ കർലി ബ്രാക്കറ്റ് ഈക്വൽസ് 4 ന്യൂ ലൈൻ. എന്റർ അമർത്തുക. റൈറ്റർ ഗ്രേ ബോക്സിലെ ഫോർമുല ശ്രദ്ധിക്കുക. ശരി, നമുക്ക് ഇനി a⁻n to denote a1 + a2 + a3 + an. നമുക്ക് ഒരു സമ്മേഷൻ ചിഹ്നം എഴുതാം. മാർക്കപ്പ് 4 സം a_n ന്യൂ ലൈൻ. എന്റർ അമർത്തുക. ഇനി ഒരു ഫംഗ്ഷനോട് കൂടി ഇന്റഗ്രൽ ശ്രമിക്കാം. ഇന്റഗ്രൽ എഴുതാൻ f × dx. മാർക്കപ്പ് എന്നത് 5 × fx dx ന്യൂ ലൈൻ. കൂടാതെ റൈറ്റർ ഏരിയയിലെ ഇന്റഗ്രൽ ചിഹ്നം ശ്രദ്ധിക്കുക. നമുക്ക് ജോലി സേവ് ചെയ്യാം. മുകളിലെ ഫയൽ മെനുവിൽ പോയി സേവ് ക്ലിക്ക് ചെയ്യുക. മാത്ത് എക്സാംപിൾ എന്ന് പ്രമാണത്തിന് പേരിടുക. ഇനി നമ്മൾ എഴുതിയ ഫോർമുല എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യുക എന്ന് പഠിക്കാം. അവയെല്ലാം മധ്യത്തിൽ ആണെന്നും അവയ്ക്കിടയിൽ ഒരുപാട് സ്ഥലമില്ല എന്നും ശ്രദ്ധിക്കുക. വിവിധ ഫോർമാറ്റ് മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് മുകളിലുള്ള ഫോർമാറ്റ് മെനു ഉപയോഗിക്കാം. നമുക്ക് ആദ്യം എല്ലാ ഫോർമുലകളും ഇടത്തേക്ക് അലൈൻ ചെയ്യാം. ഇതിന് ഫോർമാറ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് അലൈൻമെന്റ് തിരഞ്ഞെടുക്കുക. പുതിയ വിൻഡോയിൽ ലെഫ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നിട്ട് OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
ഫോർമുല ഇപ്പോൾ ഇടത്തായി അലൈൻ ചെയ്തിരിക്കുകയാണ് എന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഫോർമാറ്റ് മെനുവിന് കീഴിലുള്ള ഫോണ്ട്സ് തിരഞ്ഞെടുത്ത് ഫോണ്ട് സെറ്റിംഗ്സ് മാറ്റാം, ഫോണ്ട് സ്റ്റൈലിംഗ്സ് മാറ്റാം. വ്യത്യസ്ത വിഭാഗങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് വേരിയബിളുകൾക്കായി ഒരുതരം ഫോണ്ടും ഫംഗ്ഷനുകൾക്കായി മറ്റൊന്നും, സംഖ്യകൾക്കും പാഠങ്ങൾക്കും മറ്റൊന്നും ഉപയോഗിക്കാം. ഫോണ്ട് ശൈലി പുതുക്കാൻ മോഡിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വിഭാഗത്തിലെ വേരിയബിളുകൾ തിരഞ്ഞെടുക്കുക. പട്ടിക ബോക്സിൽ നമുക്ക് ഏരിയൽ ബ്ലോക്ക് തിരഞ്ഞെടുക്കാം. പട്ടിക ബോക്സിൽ നമുക്ക് ഏരിയൽ ബ്ലാക്ക് തിരഞ്ഞെടുക്കാം. എന്നിട്ട് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോണ്ട് സേവ് ചെയ്യാം. ഇനി റൈറ്റർ ഗ്രേ ബോക്സിൽ ഫോണ്ട് മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. ഫോർമുലയുടെ ഫോണ്ട് വലിപ്പം കൂട്ടാൻ ഫോർമാറ്റ് മെനുവിലേക്ക് പോയി ഫോണ്ട് സൈസിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അടിസ്ഥാന വലിപ്പം 18 പോയിന്റ് ആയി കൂട്ടാം. ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വിഭാഗങ്ങളുടെ ആപേക്ഷികമായ വലിപ്പങ്ങളായ ഇൻഡെക്സുകൾ കൂടാതെ ഓപ്പറേറ്ററുകൾ എന്നിവ മാറ്റാൻ സാധിക്കും. നമുക്ക് നമ്മൾ വരുത്തിയ എല്ലാ ഫോണ്ട് വലിപ്പ മാറ്റങ്ങളും ഇല്ലാതാക്കാൻ ഡിഫോൾട്ട് ബട്ടൺ ഉപയോഗിക്കാം. ഫോർമുലയിലെ ഫോണ്ട് വലിപ്പ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തതായി ഫോർമുലയുടെ സ്പേസിംഗ് നമുക്ക് മാറ്റാം. ഫോർമാറ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് സ്പേസിംഗ് തിരഞ്ഞെടുക്കുക. നമുക്ക് സ്പേസിംഗ്, ലൈൻ സ്പേസിംഗ്, റൂട്ട് സ്പേസിംഗ് എന്നിവയെല്ലാം തന്നെ 20% മാറ്റാം. നമ്മൾ ഓരോ സ്പേസിംഗ് തരത്തിലും ക്ലിക്ക് ചെയ്യുമ്പോൾ മധ്യത്തിലെ ചിത്രം സ്പേസിംഗ് തരത്തിന്റെ ലൊക്കേഷൻ പ്രദർശിപ്പിക്കുന്നു. വീണ്ടും നമുക്കിത് ചെയ്യാൻ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്ന് സ്പേസിംഗ് തരങ്ങൾ തിരഞ്ഞെടുക്കാം. എന്നിട്ട് കാറ്റഗറി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ മാറ്റങ്ങൾ ഇല്ലാതാക്കാൻ ഡിഫോൾട്ട് ബട്ടൺ ഉപയോഗിക്കുക. നമുക്ക് ഇപ്പോൾ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് റൈറ്റർ ഗ്രേ ബോക്സിലുള്ള സ്പേസിംഗ് മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. എലമെന്റ് വിൻഡോയിൽ കൂടുതൽ ഫോർമാറ്റിംഗ് ലഭ്യമാണ്. വ്യൂ മെനുവിൽ നിന്ന് നമുക്ക് എലമെന്റ് വിൻഡോ കണ്ടെടുക്കാം. ഇവിടെ നമുക്ക് വിഭാഗങ്ങളിലെ രണ്ടാമത്തെ വരിയിലെ അവസാന ചിഹ്നം ക്ലിക്ക് ചെയ്യാം. ഇവിടെ ടൂൾ ടിപ്പ് പറയുന്നത് ഫോർമാറ്റ്സ് എന്നാണ്. ഇവിടെ സബ്സ്ക്രിപ്റ്റുകൾ കൂടാതെ സൂപ്പർസ്ക്രിപ്റ്റുകൾ, അലൈൻമെന്റുകൾ, മാട്രിക്സ്, പുതിയ വരികൾ കൂടാതെ വിടവുകൾ എന്നിവയ്ക്ക് പ്ലേസ്മെന്റുകൾ തിരഞ്ഞെടുക്കാം. അഞ്ചാമത്തെ ഉദാഹരണത്തിൽ നമുക്ക് നീണ്ട ഒരു വിടവ് കൊണ്ടുവരാം. 5 ശേഷം 5 ഡോട്ടിന് ശേഷം ക്ലിക്ക് ചെയ്യുക. പിന്നീട് എലമെന്റ് വിൻഡോയിൽ നിന്ന് ഫോർമാറ്റ് ഗ്രേറ്റർ ദാൻ ലോങ് ഗ്യാപ്പിൽ ക്ലിക്ക് ചെയ്യുക. നീണ്ട വിടവിന് ശേഷമുള്ള ക്യാരക്ടറിനുള്ള മാർക്കപ്പ് ടിൽഡെ കൂടാതെ ചെറിയൊരു വിടവിന് ഇത് ടയർ എ ക്യാരക്ടർ. 5 ശേഷമുള്ള പുതിയ വിടവ് ശ്രദ്ധിക്കുക. നമ്മുടെ ഫോർമുല ഫോർമാറ്റ് ചെയ്യാനുള്ള വഴികൾ ഇവയാണ്. മാത്ത് നൽകുന്ന എല്ലാ ഫോർമാറ്റിംഗ് ഓപ്ഷനുകളും പരീക്ഷിച്ച് നോക്കൂ. ശരി, നിങ്ങൾക്കുള്ള ജോലി ഇതാ. റൈറ്റർ വിൻഡോയിൽ താഴെ കാണുന്ന ഫോർമുല മാർക്കപ്പ് ഉപയോഗിച്ച് എഴുതുക. എലമെന്റ് വിൻഡോ ആവശ്യമെങ്കിൽ ഉപയോഗിക്കുക. സമ്മേഷൻ ഓഫ് x to the power of 2, sin to the power of x plus cos to the power of x is equal to 1. എലമെന്റ് വിൻഡോയിലെ ഫങ്ഷൻസ് വിഭാഗം ഉപയോഗിക്കുക. കഴിഞ്ഞ സ്ലൈഡ് 1 to n of x സമ്മറൈസേഷനിൽ നിന്നും തുടർന്നത്. സമ്മറൈസേഷന്റെ പരിധികൾ നിശ്ചയിക്കാൻ ഓപ്പറേറ്റേഴ്സ് വിഭാഗം ഉപയോഗിക്കുക. ഫോണ്ട് ഏരിയലും ഫോണ്ട് വലിപ്പം 18 പോയിന്റുമാക്കുക. ചിഹ്നങ്ങൾക്കിടയിൽ കൂടുതൽ സ്പേസിംഗ് ലഭ്യമാക്കാൻ ഇത് ലിബ്ര ഓഫീസ് മാത്തിൽ മാർക്കപ്പ് ഭാഷയെക്കുറിച്ചും
ഫോർമുല ഫോർമാറ്റിംഗിനെ കുറിച്ചുമുള്ള ട്യൂട്ടോറിയലിന് അന്ത്യം കുറിക്കുന്നു. ചുരുക്കത്തിൽ നമ്മൾ താഴെ പറയുന്ന ശീർഷകങ്ങൾ പഠിച്ചു. ഫോർമുല എഴുതാനുള്ള മാർക്കപ്പ് ഭാഷ കൂടാതെ ഫോർമുല ഫോർമാറ്റിംഗ്, ഫോണ്ടുകൾ, അലൈൻമെന്റ് കൂടാതെ സ്പേസിംഗ്. ടോക്ക് ടു എ ടീച്ചർ പ്രോജക്റ്റിന്റെ ഭാഗമാണ് ശബ്ദ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ്. നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഇന്ത്യൻ സർക്കാരാണ് ഇതിന് ആവശ്യമായ പിന്തുണ നൽകുന്നത്. ഈ പ്രോജക്റ്റ് സംഘടിപ്പിച്ചത് spoken-tutorial.org. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ലഭ്യമാണ്. ഈ സ്ക്രിപ്റ്റ് സംഭാവന ചെയ്തത് സജിലയാണ്. നന്ദി.